ഇതൊരു ദ്വീപാണ്, ഒറ്റപ്പെട്ട ദ്വീപ്. 1.5 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ ഒരു ചേർച്ചുണ്ട്, അതിനടുത്താണ് സ്കൂള്. പിന്നെ അല്പം വലത്തോട്ട് പോയാൽ ഒരു ഷോപ്പിംഗ് മോൾ. 20 കിലോമീറ്റർ ദൂരം പോകണം അടുത്ത പട്ടണത്തിലേക്ക്. പരസ്പരം ബന്ധങ്ങളില്ലാത്ത കുടുംബങ്ങളാണ് ഇവിടെ. ചാവുദിനത്തിനും കുർബാനയ്ക്കും മാത്രം കാണുന്നവർ. മിക്കവരും സമ്പന്നരാണ്. കുറച്ചു മാറി ഒരു ഓർഫനേജ്. നിരവധി അഗതികളായ കുട്ടികൾ. അങ്ങ് കിഴക്ക് ചതുപ്പിൽ മരണവും രോഗവും മാറി മാറി നിൽക്കുന്നു പാവപ്പെട്ടവരുടെ കോളനി. ഇതൊക്കെ തന്നെയാണ് ഈ ദ്വീപിന്റെ ജോഗ്രഫി. നിങ്ങൾക്കുള്ള സപ്പറാണ്. ഫ്രൂട്ട്സ്, candies, red wine, utensils, and of course your medicines. എത്ര തിരക്കുണ്ടെങ്കിലും ഇത് സമയത്തിന് തന്നെ കഴിക്കണം. ഓക്കെ? ഡോക്ടർ, ഈ വീടൊന്ന് വെച്ചേക്കും. എന്താ ക്ലാര, എന്താണ് നിന്റെ അനക്കുന്ന പ്രശ്നം? നാളെ ഓൾഗയും കൊണ്ട് സ്കൂളിലേക്ക് പോകും. അഡ്മിഷൻ പേപ്പർ പപ്പായുടെ കൊടുത്തേ. ഞാൻ നിങ്ങളുടെ അത് ശരിയല്ല ക്ലാര. ക്വൈറ്റ് സിമ്പിൾ. എനിക്ക് അർഹതപ്പെടാത്ത ഒന്നും ഏറ്റെടുക്കാത്ത ആഗ്രഹിക്കാതെ സഞ്ചാരിയാണ്. ഇവിടെ കോളറിയും നിസാരവും വിടാതെ നിൽക്കുന്ന 10ഓളം കോളനികളുണ്ട്. രോഗം കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും വൃദ്ധകളും. എന്റെ സഞ്ചാരത്തിന്റെ ഇടനിലങ്ങൾ ആ കോളനികളാണ്. ഞാനൊരു യാത്രക്കാരനാണ്. യാത്രക്കിടയിൽ എവിടേക്കോ തങ്ങിപ്പാർക്കുന്ന ഒരു വഴിപോക്ക്. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. നീ എന്റെ പേഷ്യന്റാണ്. ഒരു ഡോക്ടർ രോഗികളെ ഇഷ്ടപ്പെടണം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ പറ്റും. ശരിയാണ് കാര്യം. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്റെ മകളെ ഇഷ്ടപ്പെടുന്നു, കേണലിനെ ഇഷ്ടപ്പെടുന്നു. ആ ചതുപ്പിലുള്ള ആയിരക്കണക്കിന് രോഗികളെ ഇഷ്ടപ്പെടുന്നത് പോലെ. കേണലിന്റെ ആത്മഹത്യക്ക് ശേഷം ആളുകളുടെ മനംപുരട്ടിൽ ഓരോ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടുമ്പോഴും നിങ്ങളെന്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു സഹായി. ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം ഒരു സ്ത്രീ പ്രണയിക്കുന്നത് ഒരു പുരുഷന്റെ ആന്തരിക ഗുണങ്ങളുടെ മേന്മയെ മാനിച്ചാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് ഞാൻ. ഒഴുകുന്ന നദിയിലേക്ക് എങ്ങനെയാണ് നിനക്ക് ഇറങ്ങാൻ കഴിയുക? നാളെ ഓൾഗയും കൊണ്ട് സ്കൂളിലേക്ക് പോകും. അവളെ ചേർക്കണം. രക്ഷിതാവിന്റെ കോടതി ഞാൻ എന്റെ പേര് ക്ലാര, ഒരു വിധവ. ഒരു ദിവസം എന്റെ മകൾ എന്നോട് ചോദിക്കും,